മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? പത്തനാപുരംകാരെ കുന്നിക്കോട് അബീറ എന്ന് പറയുന്ന ഒരു ഉമ്മയാണ്. ഇവരുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് പേവിഷബാധയേറ്റ് മരിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ത്രീ വി രാജേഷുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രഖ്യാപനം തന്നെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. 2 തരത്തിലാണ് അവർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു പ്രോഗ്രാം നമ്മൾ തമ്മിൽ എന്ന 24 ന്യൂസ് നടത്തുന്ന പ്രോഗ്രാമിലാണ് ഈ ഒരു ഉമ്മ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെയാണ് വി രാജേഷ് എത്തുകയും മറുപടി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇവർ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. കേരളത്തിലെ നമ്മുടെ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഉമ്മ പറയാണ്, ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇതാവണം. എന്നിട്ട് അവർ എടുത്തു പറയുന്നുണ്ട് അവരുടെ മനുഷ്യത്വം. 2ാമതായിട്ട് നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ടത് ആ ഒരു ഉമ്മയുടെ മനുഷ്യത്വം കൂടിയാണ്. പേവിഷബാധയേറ്റു മരണപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് വിളിച്ചു പറയുന്നത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് അവിടെയുള്ള കാക്ക പോലും, അതായത് എടുത്തു പറയാണ്, ഓരോ ജീവിയുടെയും ജീവനും ഉത്തരവാദിത്വം ഭരണാധികാരിക്കുണ്ട്. അവരെയും സംരക്ഷിക്കണം. ഒരു മകളെ നഷ്ടപ്പെട്ട, ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ഉമ്മയാണിത് എടുത്തു പറയുന്നത്. ഇവര് തന്നെ ആ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുകയും രാജേഷിനെ പോലെയുള്ള മേയർ ഇത്തരം ഭരണാധികാരികളെയാണ് നമ്മുടെ നാടിനാവശ്യമാണ് എന്നുള്ളതാണ് ഇവര് എടുത്തു പറയുന്നത്. അതായത് ജാതി മതഭേദമന്യേ നമ്മുടെ തിരുവനന്തപുരം മേയറൊക്കെ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് 24 ന്യൂസിൽ നടന്ന ഈ ഒരു ചർച്ച, ഈ ഒരു പ്രഖ്യാപനം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായി കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയ സമയത്ത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെച്ചതാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങൾ അവരുടെ മണ്ടയ്ക്ക് കിട്ടിയതുപോലുള്ള ഒരു അടിയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതും വലതും ഇത്രയും കാലമായിട്ട് നിങ്ങൾ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് BJP അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണം, ഒരു വികസനമോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാതെ BJP വന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വർഗീയതയോ എന്ന് പച്ചക്കള്ളമായിരുന്നു 24 മണിക്കൂറും നമ്മുടെ കേരളത്തിലെ ഇടത് വലത് LDFും UDFും നിരന്തരം പ്രചരണം നടത്തിയിരുന്നത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു BJP അധികാരത്തിലെത്തിയത് ഇവിടെയുള്ള ഇടതിന്റെയും വലതിന്റെയും മണ്ടക്ക് കിട്ടിയ അടിയാണ് എന്ന്. കാരണം എന്താ, ഇനി ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ, BJP അങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കൂല. കാരണം എന്താ, മലയാളികളുടെ കണ്ണിന് മുന്നിൽ ഒരു മേയർ, ഒരു സംവിധാനം, ഭാരതീയ ജനതാ പാർട്ടി എന്താണ് എന്ന് കേരളത്തിന് ദിനം പ്രതി തെളിയിച്ചുകൊണ്ടിരിക്കുക. തെരുവുനായ ശല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, സ്വന്തം കുട്ടി നഷ്ടപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ, നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിച്ച ആളുകൾക്കറിയാം ഈ തെരുവുനായ ശല്യം എത്രത്തോളമാണ്. മനസ്സലിവുള്ള, മനുഷ്യത്വമുള്ള, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ കാണുമ്പോൾ പട്ടികൾ, ചെറിയ കുട്ടികളെ പോലും ഓടിക്കുന്ന രംഗങ്ങളൊക്കെ കാണുന്ന മനുഷ്യത്വമുള്ള, വേദനയുള്ള സകല മലയാളികളും മേയർക്ക് കൈയടിക്കുക. ഏത് മേയർക്ക്? BJPയുടെ മേയർക്ക് കൈയടിക്കുക. എന്തേ, കേരളത്തിൽ വേറെ മേയർമാരില്ലേ? അവരൊന്നും എന്തുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത്? ഈ അബീറ എന്ന ഉമ്മ തന്റെ മകളെ കുറിച്ച് പറയുമ്പോ ആ ഒരു വിഷയം വലിയ രീതിയിൽ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് മേയർ മറുപടി കൊടുക്കുന്നുണ്ട്. മേയർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു എക്കോസിസ്റ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ശരിയാണ്, ജീവനുള്ള ഈ ജീവികളെയൊക്കെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. 12 ഏക്കറോളം സ്ഥലം എടുക്കുകയാണ്. 12 ഏക്കറോളം സ്ഥലം എടുത്തിട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സഹായം വാങ്ങിയിട്ട് ആ 12 ഏക്കറിലേക്ക് തിരുവനന്തപുരത്തെ ഇതുമായി ബന്ധപ്പെട്ട സകല തെരുവ് നായ ശല്യവും ഞങ്ങൾ തീർക്കും. ആ എക്കോസിസ്റ്റം പറഞ്ഞ് സകലതിനെയും സകലതും ചെയ്യുമെന്നല്ല പറയുന്നത്. അത് മേയർ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞതാണ്. എക്കോസിസ്റ്റം നിലനിർത്തി പോവാനുള്ള സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്നത് ഉൾപ്പെടെയാണ് മേയർ എടുത്തു പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ട്, വേറെയും മേയർമാരുണ്ട്. ഒരു BJP ഭരിക്കുന്ന മേയർ മാത്രമല്ല, മറ്റു മേയർമാർ എന്ത് ചെയ്യുന്നു? LDFന് ഇവിടെ മേയറില്ലേ? UDFന് ഇവിടെ മേയറില്ലേ? നമ്മളായിട്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ് ഒരു പബ്ലിസിറ്റിക്കില്ല. അവരൊക്കെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും അറിയോ? ഇവിടെ ഒരു തെരുവുനായ ശല്യം തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ്, പ്രശ്നമാണ്
ഈ തെരുവുനായ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ തിരുവനന്തപുരത്ത് മാത്രമുള്ള പ്രശ്നമല്ല. പക്ഷെ തിരുവനന്തപുരത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നു. ഈ മേയർക്ക് എത്രത്തോളം കൈയടിക്കണം എന്നുള്ളതിന്റെ 2 ഉദാഹരണങ്ങൾ കൂടി ഞാനൊന്ന് വായിച്ചേൽപ്പിക്കും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. വളരെ വ്യക്തമായിട്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് റിപ്പോർട്ട് പോലെ പുറത്തിറക്കിയിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കോർപ്പറേഷനിൽ NDA ഭരണത്തിൽ വന്നാൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷെൽട്ടറിൽ അടയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. ഡിസംബർ 26-ന് അധികാരത്തിൽ വന്ന നാൾ മുതൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി തുടക്കമെന്ന നിലക്ക് 50 നായകളെ പൂവാറിലെ ഷെൽട്ടറിൽ അടയ്ക്കാൻ കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ, വിവിധ കോളേജുകൾ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച നായകളെ ABC ചെയ്ത ശേഷം വാക്സിനും മറ്റു മരുന്നുകളും നൽകി ഒരാഴ്ച നിരീക്ഷണത്തിന് ശേഷമാണ് പൂവാറിലെ നോട്ടി പെറ്റ്സ് എന്ന ഷെൽട്ടറിലേക്ക് മാറ്റിയത്. ശ്രീമതി സംഗീത സുരേഷിന്റെ ഉടമസ്ഥയിൽ കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഷെൽട്ടറിൽ നിലവിൽ 137 നായകളുണ്ട്. കോർപ്പറേഷൻ നൽകിയ 50 നായകൾ പ്രത്യേകതരം ബാൻഡ് ധരിപ്പിച്ച് 2 കൂടുകളിലായാണ് പാർപ്പിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും കരുതിയിട്ടുണ്ട്. കൂടാതെ ഡോക്ടർ ശ്രീരാഗിന്റെ നേതൃത്വത്തിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നിരീക്ഷണവും നടത്തുന്നുണ്ട്. നായകളുടെ ആരോഗ്യം തെരുവിൽ നിന്ന് പിടിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഷെൽട്ടർ പ്രവർത്തിക്കുന്ന ഏതു സമയത്തും സംഗീതയുടെ അനുവാദത്തോടെ മാധ്യമ പ്രവർത്തകർക്കോ മൃഗസ്നേഹികൾക്കും ഷെൽട്ടർ സന്ദർശിക്കാവുന്നതാണ്. കാട്ടായിക്കോണത്തെ പോലീസ് ഉദ്യോഗസ്ഥ മെറ്റിൽഡയുടെ വീട്ടിൽ നിന്നുള്ള നായകളെ ഇന്നു മുതൽ കോർപ്പറേഷന്റെ ABC സെന്ററിലേക്ക് മാറ്റി തുടങ്ങും. വിവിധ NGOകളുമായി ചർച്ചകൾ തുടരുന്നുണ്ട്. കൂടുതൽ ഷെൽട്ടറുകൾ നിർമ്മിക്കുവാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ ലഭിക്കുന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവ് നായ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ പോലീസുകാരുടെ വീട്ടിലെ പൂർണ്ണമായിട്ടുള്ള നായകളെയും എടുത്തിട്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയതായിട്ടും വാർത്തകൾ പുറത്തു വന്നത് നമ്മൾ വീഡിയോ തന്നെ ചെയ്തു കഴിഞ്ഞതാണ്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കുക. മതഭേദമന്യേ കേരളത്തിൽ നമ്മുടെ തലസ്ഥാന നഗരിയിലെ മേയറെ സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മൾ അതാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം മേയറായിട്ട് BJP അധികാരത്തിലേക്ക് എത്തുന്നതോടുകൂടിയിട്ട് വലിയൊരു കടമ്പയാണ് കഴിഞ്ഞിട്ടുള്ളത്. BJPയെ സംബന്ധിച്ച് വലിയൊരു കടമ്പ കടന്നു കഴിഞ്ഞു. അത് പറ്റുന്നല്ല. ഇവിടെ UDF LDF ഉത്തരേന്ത്യയിൽ അവിടെ അങ്ങനെ പച്ചക്കള്ളല്ലായിരുന്നു 24 മണിക്കൂറും പ്രചരിപ്പിച്ചത്. ഇനി മലയാളികളോട് പച്ചക്കള്ളം പറയാൻ സാധിക്കുമോ? മലയാളികൾ നേരിട്ട് കാണില്ലേ സകല വിഷയങ്ങളിലും മേയർ ഇടപെടുന്നു. മേയർ ഇതിലെ നിങ്ങൾ ആ ഷെൽട്ടർ മേയർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് നിരന്തരം പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് ഏത് സമയവും മാധ്യമങ്ങൾക്ക് വന്ന് നോക്കാം, മൃഗസ്നേഹികൾക്ക് വന്ന് നോക്കാം. വളരെ വലിയ രീതിയിൽ ആ ഒരു വലിയ തുറന്ന മനസ്സോടു കൂടിയാണ് മേയർ മുന്നോട്ട് പോകുന്നത്. ഇനി സമരങ്ങൾ ചെയ്യുന്നതും നിയമപരമായിട്ട് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. എത്രത്തോളം തുറന്ന മനസ്സാണ് BJP കേരളത്തിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ തുറന്നു കാണിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ടിരിക്കുക. സകല മലയാളികളും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഒരു ആവശ്യങ്ങൾ, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ആര് നിറവേറ്റുന്നു അവർക്കൊപ്പമേ സാധാരണക്കാർ നിൽക്കും. അവർക്ക് പ്രത്യേകിച്ച് പാർട്ടിയോ അല്ലെ നിഷ്പക്ഷ സമൂഹത്തിൽ പ്രത്യേകിച്ച് പാർട്ടിയോ കാര്യങ്ങളൊന്നും അല്ല. അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് ആര്? വളരെ ലളിതാണ്. കേരളത്തിലെ മറ്റു മേയർമാർ എന്ത് ചെയ്യുന്നു? ആരാണ് മറ്റു മേയർമാർ? ആരെങ്കിലും നിങ്ങളൊക്കെ അറിയോ? തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കേരള ജനത ഒന്നടങ്കം തിരിച്ചറിയുന്നു. ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ BJPക്ക് ഉണ്ടാവും എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട. ഞാൻ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറയാ എന്നേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് എന്നെ എന്തെങ്കിലും വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക.